വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയരെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി വിധിയെ മാറ്റി എഴുതുവാൻ ഉള്ള ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. അതിനാധാരമായി 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുന്നു. എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇവിടെ നാം വായിച്ചത് എബ്ബേസ് എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു. എബ്ബേസ് ഇസ്രായേലിൽ യഹൂദ ഗോത്രത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ എബ്ബേസിൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖപുത്രൻ എന്നായിരുന്നു. ഈ പേര് നിമിത്തമായി എബ്ബേസ് പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നതിനായി തീർന്നു. എന്നാൽ എബ്ബേസ് ആ ദുഃഖപുത്രൻ, പലപ്പോഴും പലരും എബ്ബേസിനെ കളിയാക്കി ദുഃഖപുത്രൻ എന്ന് വിളിച്ചിരിക്കാം. അത് നിമിത്തമായി എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഒരു നിരാശ നിഴലിട്ടുകൊണ്ടിരുന്നു. എന്നാൽ ആ നിരാശയിൽ ആണ്ടുപോകുവാൻ എബ്ബേസ് ആഗ്രഹിച്ചില്ല. എബ്ബേസ് ഒരു പ്രാർത്ഥനാ തൽപരനായിരുന്നു. പ്രാർത്ഥനയാൽ അനേക കാര്യങ്ങൾ നേടിയെടുത്ത ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. അതിനുദാഹരണം സ്പർജൻ, ലൂതർ, മൂഡി തുടങ്ങിയവരാണ്. അതുപോലെ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു എബ്ബേസ്. എബ്ബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എബ്ബേസ് ചിന്തിച്ചു, എൻ്റെ ഈ വിധിയെ മാറ്റി എഴുതുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഇസ്രായേലിൻ്റെ ദൈവത്തോട്, തൻ്റെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, അല്ലെ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ വിധിയെ മാറ്റി എഴുതുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എബ്ബേസിന് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എബ്ബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എബ്ബേസ് 4 കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, എൻ്റെ അതിരിനെ നീ വിസ്താരമാക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം നീ എന്നെ കാക്കണം. ഈ 4 കാര്യങ്ങൾ എബ്ബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ അനേകരാൽ നിന്ദിതരായി തീർന്നിട്ടുണ്ട്. അനേകരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ ഭാരം തോന്നിയിട്ടുണ്ട്. ആ അവസരത്തിലൊക്കെയും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇടയായിത്തീരും. എബ്ബേസ് 4 കാര്യങ്ങൾ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ 4 കാര്യങ്ങളും ദൈവം അവന് പ്രാർത്ഥന കേട്ട് 4 കാര്യങ്ങളും അവന് സാധിപ്പിച്ചു കൊടുത്തു. എബ്ബേസ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി ജീവിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. കാരണം ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എബ്ബേസിൻ്റെ എല്ലാ അവസ്ഥയ്ക്കും ദൈവം ഭേദം കൊടുത്തു. ദുഃഖപുത്രൻ എന്നുള്ള പേര് മാറ്റി എബ്ബേസിനെ ദൈവം സന്തോഷമുടിപ്പിച്ചു. രട്ടഴിച്ച് സന്തോഷമുടിപ്പിച്ചു. ദുഃഖത്തിൻ്റെ അവസ്ഥ മാറ്റി ആനന്ദം എബ്ബേസിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി കൊടുത്തു. തന്മുഖാന്തരമായി എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിട്ട് ജീവിക്കുവാൻ ദൈവമിടയാക്കി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ, കുത്തുവാക്കുകൾ, മറ്റുള്ളവരുടെ നിന്ദകൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുവാൻ ഇടയാകുമ്പോൾ നാം നിരാശപ്പെട്ട് ആ നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോകുവാനല്ല, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് മറുപടി തന്ന് നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാകുന്നു. ഒരിക്കലും ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. യഹോവയോട് നിലവിളിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ നമ്മുടെ ദുഃഖം മാറ്റി നമ്മളെ സന്തോഷമണിയിക്കുവാൻ ശക്തനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഒരു വിധത്തിലും നാം പതറിപ്പോകുവാനല്ല, നാം ഭാരപ്പെട്ടു പോകുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയോർത്ത് നമ്മൾ ഭാരപ്പെടുവാനല്ല. ദൈവത്തോട് നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മുടെ സഹോദരന്മാരുടെ മുമ്പാകെ, നമ്മുടെ ചാർച്ചക്കാരുടെ മുമ്പാകെ, നമ്മുടെ ചുറ്റുപാടുകളുടെ മുമ്പാകെ നമ്മുടെ അതിരിനെ വിസ്താരമാക്കുവാനും നമുക്ക് അനർത്ഥം വ്യസന കാരണമാകാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടിയിരിക്കുവാനും നമ്മെ നിശ്ചയമായി ദൈവം അനുഗ്രഹിക്കുവാനും നമ്മളോട് കൂടെ അവൻ്റെ കരമുണ്ടായിരിക്കുവാനും ദൈവം നമുക്കിടയാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.